സാക്ഷി ജീവിതം സാക്ഷി. മുടിയെ പിടിച്ച് വലിച്ചു കുത്തിയിട്ട് പുറകിൽ നേരം ഒരു ഏണിയുണ്ട്. ആദ്യം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ചാഞ്ഞ് വെച്ചൊരു ഏണിയുണ്ട്. അമ്മ മുടിയെ പിടിച്ച് വലിച്ച് ആദ്യം പ്രവശ്യം പിടിച്ച് അമ്മയുടെ ബോധം പോയി. അപ്പം ഞാൻ അലറിപ്പോയി. അപ്പം എനിക്ക് ഇത്രയും വയസ്സ് അന്നേരം ഇല്ല. 17-16 വയസ്സുള്ളൂ, പ്രായമുള്ളൂ. അതിനുശേഷം അലമാരി കാത്തിരുന്ന ഒട്ടേറെ തുണികൾ കത്തിക്കുകയും പ്രശ്നം. ഞാൻ അന്നേരം കരയെല്ലാം എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. വേണ്ടാത്തത് ആ കുഞ്ഞിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ച് രക്തത്തെ അകറ്റി നിർത്തിക്കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് പോകണം വേണം. അതാണ് യഥാർത്ഥത്തിൽ 19 വയസ്സുള്ള ഒരു ആൺകുട്ടീനെ ഒന്നും തിരിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള്, 19 വയസ്സുണ്ട് ആൺകുട്ടിക്ക്. ആ കുട്ടീനെ ആരും കുത്തിത്തിരിപ്പിക്കേണ്ട കാര്യമില്ല. അവന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത് അവന്റെ ചെറുപ്പം മുതലേ അവൻ കാണുന്ന പല കാര്യങ്ങളെ കുറിച്ച്. മോൻ പറയുന്നത് അല്ലാത്ത സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ദേഷ്യപ്പെടുന്നവരാണ്. നിസ്സാരമായ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുന്ന ആള്. കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയ സമയത്ത് പോലും ഒരു കറിക്ക് ഉപ്പ് കൂടിപ്പോയാൽ ചട്ടിയോടെടുത്ത് എറിയുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ദേഷ്യം നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കുതിര കയറാനുള്ള ആൾക്കാരായിട്ടാണ് നിങ്ങളുടെ ഭാര്യയും മകനെയും നിങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. അവർ മനുഷ്യജീവികളാണ്. അവർക്ക് നോവും ചാവും ഒക്കെ അവർക്കും ഉണ്ട്. അത് നിങ്ങൾ അറിയുന്നേ ഇല്ല ബാബു. ഇപ്പോഴും നിങ്ങൾ കിട്ടിയ ഗ്യാപ്പിന് ആ കുഞ്ഞിനെ സ്നേഹിക്കാനല്ല നോക്കുന്നത്, അവനിട്ട് എങ്ങനെ അവർ പണി വെക്കുന്നതെന്നുള്ളതാണ്. ഇത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. നിങ്ങളുടെ ചോരയായിരിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടും പ്രവൃത്തിയുടെ കുഴപ്പം കൊണ്ടുമാണ് ആ പയ്യന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയണം. അത് ആ കുഞ്ഞിൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ തിരുത്താൻ തയ്യാറാണ്. നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹക്കൂടുതൽ. അവൻ്റെ പഠിത്തം പോയി, അവൻ +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവനെ നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ അവൻ വലിയ ഉദ്യോഗത്തിൽ പോകുമായിരുന്നു എന്നൊക്കെയുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതി ശരിയല്ല. പഠിക്കണമെന്ന് പറഞ്ഞ് അവൻ വരുമ്പോ അവന് ഡ്രസ്സ്, ചെരുപ്പ് എല്ലാം മേടിച്ച് പൈസ അതൊന്നും അല്ലെന്നൊന്നും ആ കുട്ടി പറഞ്ഞില്ലല്ലോ. അവനുള്ള ഏക പരാതി അമ്മയെ ഉപദ്രവിക്കുന്നു, ദേഷ്യം അടക്കാൻ പറ്റും. ഇപ്പൊ ഈ തുണിയിട്ട് കത്തിച്ചു എന്ന് പറഞ്ഞത് ആ സ്ത്രീ വെളിയിൽ നിന്നവിടെ അവരുടെ എന്തൊരു ഭയമായിരുന്നു കാണും. അകത്തുനിന്ന് പുക വരുന്നു, തീ വരുന്നു. ഈ കൊച്ചിനെ വല്ലതും ചെയ്യുന്നതാണോ? കഥ അടച്ച് സ്ത്രീയെ പുറത്താക്കിയിട്ട് അകത്തിട്ട് തീയിട്ടാൽ എന്ത് വിചാരിക്കും? സ്ഥാനത്ത് അവരുടെ സ്ഥാനത്തൊന്നും ചിന്തിച്ചു നോക്കിയേ. ഞാൻ കഥ അടിച്ചും പുറത്തിറങ്ങി കത്തിച്ചോ? തുണി ഞാൻ കത്തിച്ചു. ആര് ചെയ്യും? പൂട്ടിട്ടില്ല, കഥ ഒന്നും പൂട്ടിട്ടില്ല. 16 വയസ്സുള്ള ഒരു കുട്ടി TV കണ്ടെന്ന് പറഞ്ഞാൽ ചുറ്റിക എടുത്ത TV അടിച്ച് പൊട്ടിക്കുക. നിങ്ങൾ ആരോടായി ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ ആരോടാണ്? നിങ്ങളെ മാത്രം വിശ്വസിച്ച് കഴിയുന്ന 2 ജീവൻ അവരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ആര് നിൽക്കും ബാബു? എനിക്കുണ്ടാകുന്ന പീഡനം ഞാൻ ആരോട് പറയാൻ? എന്തോ പീഡനമോ? നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രതികരണം തിരിച്ച് നിങ്ങൾ അനുഭവിക്കും. അവര് പറയുന്ന നിങ്ങളെ പീഡനമല്ല, നിങ്ങൾ അവരെ സ്നേഹിക്കുക മാത്രമേ വേണ്ടൂ. നിങ്ങളെ അവരെ സ്നേഹിച്ചാൽ അവര് സ്നേഹം തിരിച്ചു തരും. അവരുടെ കുടുംബക്കാര് നിങ്ങളോട് ഒരു ഇഷ്ടക്കേട് അവർക്ക് ഉണ്ടായിട്ടില്ല. അവര് തന്നെ വന്ന് ഉത്തരവാദിത്തമായിട്ട് ഇത്രയായി നിങ്ങളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് അവർക്ക് താല്പര്യം എന്നുള്ളത് കൊണ്ടാണ് അവര് വന്ന് നിന്ന് രജിസ്റ്റർ ചെയ്തത്. അവരുടെ മതാചാര പ്രകാരം പള്ളി വെച്ചേ നടത്തുമെന്ന് അവർ പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ അയച്ചു. അവർ മിണ്ടാതെ ഇരുന്നുള്ളൂ. അവരെല്ലാം കൂടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതല്ലേ ഉടനെ നിങ്ങൾ മതം മാറാൻ വേണ്ടി നിങ്ങളെ പള്ളി വിളിച്ചോണ്ട് പോയോ? ഒന്നും ചെയ്തില്ല. ഇന്നിപ്പോ അവർക്ക് ആ വീടില്ല. നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് പൊളിച്ചു മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ പോകാനിടവില്ല. പ്രായമായ ഒരു പയ്യനുണ്ട്. എവിടെ? ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ ജീവിതം ഇത്രയും കൊല്ലമായിട്ട് ആയി. എത്ര സ്ഥലത്ത് മാറി താമസിക്കും? രാമങ്കരി ജീവിച്ചാൽ മതി എന്നൊരു തീരുമാനം നിങ്ങൾക്ക് അതാണ് നേരത്തെ പറഞ്ഞേ. ഏതെങ്കിലും ഒരു റോള് നിങ്ങൾ ജീവിതത്തിൽ ഭംഗിയായിട്ട് ചെയ്യായിരുന്നു. നിങ്ങൾ രാമങ്കരിയിൽ 2 സെന്റ് സ്ഥലം തന്നെ അവിടെ ജീവിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ ഇടുക്കി പോകരുതായിരുന്നു. ഇടുക്കിയിലെ ജീവിതം ഞാൻ മടുത്താണ്. അവിടെ കിടന്ന് രക്ഷപ്പെടുക എന്നുള്ള ബോധ്യമായതിന്റെ പേരിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് ബാക്കിയുള്ള അവരവിടെ വേര് ഊന്നിപ്പോയി. ആ പയ്യന്റെ പഠിത്തം അവിടെ ആയി, അവന്റെ ഫ്രണ്ട്സ്, അവന്റെ കാര്യങ്ങൾ എല്ലാം അവിടെ ആയി പോയി. ഞാൻ പറഞ്ഞു ഇവിടെ കിടക്കുന്ന അവിടെ കിടക്കും, അവിടെങ്കിൽ അവിടെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. ഞങ്ങളെ രണ്ടുപേരെ നോക്കണ്ട. എനിക്കൊരു കളവനുണ്ട്, കാലുമേലാത്ത. ഇപ്പോഴും തന്നെ മാഡത്തിന് നമ്മൾ അതിൻ്റെ രീതി മുന്നോട്ട് പോകുന്നുണ്ട്. മാതാക്കളുടെ കാര്യത്തിൽ വേദനിക്കണ്ട, അവരവിടെ ജീവിച്ചോട്ടെ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, നിങ്ങൾ സന്തോഷമായിട്ട് ഫാമിലിയായിട്ട് വരിക, ഇത്ര പറയുന്നുള്ളൂ. പിന്നെ അതല്ല ഇഷ്ടമല്ലെങ്കിൽ അവരുടെ രീതിക്ക് പോക്കോട്ടെ. കാരണം ആ നാമതം പറഞ്ഞു ബാബുവിന് ഇവരോട് അങ്ങേറ്റ സ്നേഹമുണ്ട് മോനെ. അത് പ്രകടിപ്പിക്കുന്ന രീതി അറിഞ്ഞൂടാ മോനെ. സത്യം, ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നത് മറ്റൊരു രീതി എന്നുള്ളത് മാത്രമേ. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു നല്ല പ്രായത്തിലെല്ലാം ഒരുമിച്ച് ജീവിച്ചിട്ട് അച്ഛൻ്റെ ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ കുറച്ച് പ്രശ്നത്തിലാവുമ്പോൾ കുടുംബം വേണ്ട സമയത്ത്
തള്ളി പറഞ്ഞാൽ നാളെ നീ ഒരു അച്ഛനാവും. നിന്റെ മനസ്സിലൊരു വേദന തോന്നുന്നത് ഞാൻ അച്ഛനോട് ചെയ്ത ക്രൂരതയായിപ്പോയോ തോന്നാൻ പാടില്ല. നീ മുൻകൈ എടുത്ത് നിന്റെ അച്ഛനെ കൊണ്ടുപോകണം ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിൽ ഈ മനുഷ്യൻ ശരിയായില്ലെങ്കിൽ ഇന്ന് നിനക്ക് എടുക്കുന്ന തീരുമാനം നിനക്ക് അന്നെടുക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഒരു അവസാന ശ്രമം. നിന്റെ അച്ഛനാണ്, നിങ്ങളുടെ കൂടെ എത്രയും നാൾ കഴിഞ്ഞ ആളാണ്. മറ്റാരുടെ അഭിപ്രായം നീ മുതലെടുക്കണം. ഞാൻ പറയുന്നത് ഒരമ്മയെ പോലെ വിചാരിച്ച് നീ കേൾക്കുക. അയാളുടെ നല്ല സമയത്ത് അയാളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ അയാൾ എങ്ങനെ പെരുമാറണമെന്നുള്ള കാര്യങ്ങളിൽ നമ്മളിവിടെ ഒരു ക്ലാസ് എടുക്കും, അത് കഴിഞ്ഞേ വിടുകയുള്ളൂ. എനിക്ക് ഒന്നിച്ചു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ നേരം വെളുത്ത് 5 മണിക്ക് വീട്ടിൽ നിന്ന് 1/2 മണിക്കൂർ നടക്കണം ഈ പള്ളിയിലോട്ട്. മുമ്പേ എൻ്റെ ചേട്ടൻ പറഞ്ഞല്ലോ, പള്ളിയിൽ ചെന്ന് ശരീരം നോക്കി നല്ല ഭക്ഷണം കഴിച്ച് ശരീരം നോക്കിയാണ്. പക്ഷെ അതുകൊണ്ട് 23 പേർക്ക് ഭക്ഷണം ഞാൻ ഉണ്ടാക്കണം. 23 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യം. പച്ചക്കറി തന്നെ 3-4 സൈസ് തന്നെത്താനെ നിന്ന് അരിഞ്ഞ് അച്ചാറോ മീനോ ഇറച്ചിയൊക്കെ ഉണ്ട്. ഇതൊരാൾ തന്നെ അതിനകത്ത് നിന്ന് ഇതെല്ലാം പാകപ്പെടുത്തി ഓരോ സ്ഥലങ്ങളിൽ കൂടി എത്തിക്കണമെങ്കിൽ ബുദ്ധിമുട്ട് ചില്ലറയല്ല. എല്ലാ പെണ്ണുങ്ങളും എൻ്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്കും കൊതിയുണ്ട് മേഡം, ഒന്ന് ചാഞ്ഞിടന്ന് ഉറങ്ങാൻ. വൈകിട്ട് ഞാൻ 6:30-7 മണിയാകും വീട്ടിൽ വരുമ്പോൾ എനിക്ക് കൊച്ചിന് ഭക്ഷണം ഉണ്ടാക്കണം, തുണി അലക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. എനിക്ക് ഇന്ന് ഞാൻ സത്യമായിട്ട് എൻ്റെ ഹൃദയം തുറന്ന് പറയാം, എനിക്ക് വളരെ കൊതിയുണ്ടെന്ന് ഉറങ്ങാൻ. ഞാൻ ഇന്നത്തെ ഈ ദിവസമാണ് ഇത്രയും നേരം റെസ്റ്റ് എടുക്കുന്നത്. ഞാൻ പറയും സത്യം പറയാം, എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് എപ്പോൾ ചെല്ലുന്നോ വണ്ടി ഓടി ചെല്ലുന്നോ എനിക്ക് അന്നേരം ജോലി ചെയ്യാൻ കയറണം. ജോലി ചെയ്തില്ലെങ്കിൽ എൻ്റെ കടങ്ങൾ തിരിയല, എനിക്ക് കൊച്ചിനെ വളർത്താൻ പറ്റിയില്ല, എൻ്റെ ഒരു കാര്യങ്ങളും നടക്കുകയില്ല. ബാബുവിൻ്റെ വീട്ടുകാരും പറയും പോലെ എന്നിൽ യാതൊരു സ്വഭാവ ദൂഷ്യം ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടുമില്ല, ഞാൻ ചിന്തിക്കത്തില്ല. വേറൊരു വിവാഹത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെയൊന്നും വേണ്ടെന്നാലും എനിക്ക് അല്ലാതെ ഒരു യാതൊരു മോശപ്പെട്ട സ്വഭാവത്തിലോട്ട് ഞാൻ പോകത്തുമില്ല. എനിക്ക് അങ്ങനെ ജീവിതം വേണ്ടതാണ്. 14 ജില്ലയും സ്വയം തൊഴിൽ പല സ്കീമുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വയം തൊഴിൽ, ആട് വളർത്തലോ പശു വളർത്തലോ, ഏതെല്ലാം സ്കീമുണ്ട്. ഒരു 5 ഏക്കർ പുരയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കുരുമുളക്, ഏലം ഇതെല്ലാം ഉണ്ടെന്നാണ്. സ്വന്തം വരുമാനം എടുത്ത് ആ കുട്ടിയെ നോക്കി വളരെ മാന്യമായി ജീവിക്കണ്ടേ. ഇപ്പം ദില്ലി പറഞ്ഞു അവിടെ പോകുന്നുണ്ടെന്ന്. മാഡത്തിന് അറിയാമല്ലോ, കാരണം അതിൻ്റെ ഞാൻ ഇന്നേരെ കുറ്റപ്പെടുത്തി അവിടെ പോയതിന് കാരണം പറഞ്ഞിട്ടാണ് നീ അവിടെ പോയത്. അല്ല, അങ്ങനെ ഒരു റിസ്ക് എടുത്ത്, അതായത് അതൊരു പരീക്ഷണമാണ്. അത് ചെയ്ത് സ്വയം തൊഴിൽ എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. അങ്ങനെ ഒരു പരീക്ഷണം ചെയ്യാനുള്ള ഒരു ഇതിലല്ല അവര്. കാരണം ഇയാൾ ഉണ്ടാക്കിയ കടങ്ങൾ അവർക്ക് തീർത്തേ പറ്റുള്ളൂ. അത് ബ്രദറിന്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട്. ഇവര് കടന്നു പറഞ്ഞില്ല, ഇവരും ഓരോ അങ്ങോട്ട് പോകുന്നല്ലാണ്ട് യാതൊരു ഇതില്ല. കാരണം ഒരു സാധാരണ ഇളയത്തങ്ങളെ അല്ല, അപ്പൊ നിങ്ങൾ വേഗം ഇങ്ങോട്ടല്ല വരല ചൂണ്ടേണ്ടത്. ഒരിക്കലും അങ്ങോട്ട് ചെയ്തിട്ടില്ല. ലില്ലിയുടെ കുടുംബക്കാരോട് ഈ നിമിഷം വരെ പോയിട്ടില്ല. ഈ ഒരു പ്രശ്നം ഈ അടുത്ത സമയത്താണ് ഒരു ഉപ്പിയേറ്റ സംസാരിച്ചപ്പോഴും പറയുന്നത് സ്വയം തൊഴിൽ അന്വേഷിക്കാൻ. അത് പോണ്ട, നിങ്ങൾ സ്വയം തൊഴിൽ അന്വേഷിക്കാൻ. വേറെ കാര്യം, ഫാമിലി ആയിട്ട് ഇപ്പൊ നമ്മളെന്തെല്ലാം നോക്കുന്നു. നമ്മൾ 2 പശുക്കളെ എടുത്ത് നമ്മൾ അന്യദേശത്ത് നിന്ന് നമ്മൾ ഇഷ്ടിക്ക് മണ്ണെടുപ്പ്, കാരണം പല രീതിയിൽ നമ്മൾ നമ്മുടെ വീർപ്പിന്റെ ഫലം അതൊക്കെ അവര് ചെയ്ത് കഴിഞ്ഞാൽ ഇയാള് നന്നാവോ? നന്നാകണം. അദ്ദേഹം ഏതൊക്കെ രീതിയിൽ പെരുമാറുന്നു, എന്താണ് പുള്ളിയുടെ വൈകല്യങ്ങൾ എന്നുള്ളത് ഇവിടെ പറയണം. ഇന്ന രീതിയിലാണ് പെരുമാറുന്നത്, ഇന്ന കാരണങ്ങളാണ്. അപ്പൊ അത് വർഷങ്ങളായിട്ട് പുള്ളി കിടക്കുന്നതാണോ അല്ല എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത് അതൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷം വന്ന് കാണാനും പോകാനും ഉള്ള ഒരു രീതി ഉണ്ടാവട്ടെ. അതിന് നിങ്ങൾക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തീരുമാനം. അത് ഒരേ മോനെ വന്ന് കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനുമുള്ള ഒരവസരം. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ബോധ്യപ്പെടും ഒരു മാറ്റത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള അറിയാം. എന്നിട്ട് പുള്ളി ജോലി ചെയ്യണം, ജോലിക്ക് പോകണം. നിങ്ങളാൽ കഴിയുന്ന വരുമാനം ആ കുടുംബത്തിന് കൊടുക്കുക, അവർക്ക് ഒരു സഹായമായിട്ട് അത് കൊടുക്കുക. അങ്ങനെ അവരിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങൾ തന്നെ ചെയ്താലേ പറ്റൂ. അല്ലാതെ ഇന്നിപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ അവിടെ പോയി കൂടെ താമസിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല. അത് 2 പേരും പറഞ്ഞു കഴിഞ്ഞു. അല്ല, ബിനു പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെയാണ് അച്ഛൻ. നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. അമ്മ പറയണത് കേൾക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പ്രായമായി. അപ്പൊ നിങ്ങൾ പറഞ്ഞ അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞാലോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നിങ്ങളോടിപ്പോ പറയുന്നത് വേറെ തോന്നണ്ട. ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് നിസ്സാരമാണ്. കാരണം ഞാനിത് അനുഭവിച്ചതാ, ഞാനത് കൂടെ താമസിച്ചാ. അതൊക്കെ അറിയാം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അനുഭവിക്കണെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം കഴിയുമ്പോൾ പിറ്റേ ദിവസം നോർമൽ ആകുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം അത് കേൾക്കും. പിന്നെ അത് നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് എടുത്തത്, എവിടെ പോയി? ട്രീറ്റ്മെന്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നല്ല രീതിയിലിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്നൊക്കെ എല്ലാം ചോദിച്ചെല്ലാം സമ്മതിച്ചിട്ട് വീണ്ടും അതേ ഉപദ്രവമാണെന്നുള്ളതാണ് ആ കുട്ടി ഉദ്ദേശിച്ചത്. ഇതിന് മെഡിസിൻ വേണം കേട്ടോ, അത് മെഡിക്കേഷൻ വേണം. അല്ലാതെ ഉള്ള ഒരു വെറും കൗൺസിലിംഗ് മാത്രം പോരാ.
അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിന് വേണ്ട സഹായങ്ങൾ പേരപ്പനും ഒക്കെ ചെയ്തു തരും. ഒരു ശ്രമം നടത്തി നോക്കും. അവിടെ അതിനൊരു ശ്രമം നടത്തിയിട്ടില്ല. നിന്റെ ജോലി തടസ്സപ്പെടരുത്. നടത്തിയിട്ടില്ല. നടത്തിയിട്ടില്ല. 3 പേരും കൂടെ ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള ഒരു താല്പര്യങ്ങൾ അവർ കാണിച്ചു. എന്നിട്ട് പിന്നെ അധ്വാനിക്കുന്നു. ഇയാൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചുമലെടുക്കും, നിങ്ങൾ അയാളെ കൊണ്ട് ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഭാര്യ എങ്ങനെ പ്രതികരിക്കും? ആണ്, ഞാൻ പറഞ്ഞു 100% പറയുന്നത്. അവനോട് എപ്പോഴും പറയുന്നുണ്ട് ആ മാറണം. അപ്പൊ മകൻ അമ്മയോട് പറയേണ്ടത്, അമ്മ നമുക്ക് ശ്രമിച്ചു നോക്കാം. അതെ, അവരുടെ സഹായമുണ്ട്, വല്യച്ഛന്റെ പേരപ്പന്റെ ഒക്കെ സഹായമുണ്ട്, നമുക്ക് നോക്കാം ഒരു ട്രയല്. അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും, അമ്മ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മയുടെ കടബാധ്യതകള്, ഇത്രയും നാൾ അനുഭവിച്ച ദ്രോഹങ്ങള്, ഇതൊക്കെ ശരിയാണ്. അപ്പൊ അമ്മ പറഞ്ഞാല് അപ്പൊ മോനായിട്ട് പറയാം നമുക്ക് ശ്രമിക്കാം. അങ്ങനല്ലേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേണ്ടത്. നിങ്ങൾക്ക് അച്ഛൻ നഷ്ടപ്പെട്ടാൽ പതുക്കെ മതി. ഒരച്ഛന് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരേ ഒരു അച്ഛനേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു പക്ഷേ ഒരു ട്രീറ്റ്മെന്റ് നടത്തി ഇന്ന് വരെ ചെയ്യാത്തൊരു സംഭവമാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെന്റ്, ഒരു പക്ഷേ ആ ട്രീറ്റ്മെന്റ് നടത്തി അച്ഛൻ നന്നായാലോ? നന്നാവാനൊരു സാധ്യത എപ്പോഴും കാണണ്ടേ നമ്മള്? ആ ശ്രമം നീ ചെയ്താലുണ്ടല്ലോ, നിനക്ക് ജീവിതത്തിൽ തുറന്ന അഭിപ്രായം പറയാം. ഞാൻ ശ്രമിച്ചതാണ് കൊണ്ടുപോയി, എന്നിട്ട് ഇത് ശരിയായില്ല, ഇനി ഒരു മധ്യസ്ഥത്തിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് ജോലിക്ക് പോവുക, കുറെ കൂടെ ആരോഗ്യം മെച്ചപ്പെടും. ജോലിക്ക് പോകണം, നിങ്ങളാൽ കഴിയുന്ന ജോലിക്ക് നിങ്ങൾ പോവുക. അതെന്ത് പണിയായാലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി കാണണം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക. അങ്ങനെ നിങ്ങൾ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ പറ്റൂ. അല്ലാതെ ഒരിക്കലും ഇപ്പോ ഇവിടെ ഇന്ന ദിവസം ഇന്ന സമയം എന്ന് പറയാൻ പറ്റില്ല, സാധിക്കില്ല. 19 വർഷം, ആ 19 വർഷത്തിൽ ഒരു 3 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 4 വയസ്സ് പോലുള്ള ആ കുട്ടിയുടെ ഓർമ്മ, ഈ 3 വർഷത്തിനിടയ്ക്ക് ആ കുട്ടിയുടെ മനസ്സിൽ കുറച്ചു അത്യാവശ്യം അച്ഛൻ വല്ലപ്പോഴും ഇവിടെ ചെല്ലുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ അവരോട് സ്നേഹമായിട്ട് പെരുമാറുന്നു എന്നൊക്കെ പറയാൻ പോലുള്ള ആ സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യൂ ബാബു, ഇത് ചെയ്യൂ. നിങ്ങൾ ആ ട്രീറ്റ്മെന്റിന്റെ സംഗതി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏർപ്പാടാക്കിയാൽ നിങ്ങൾ വില്ലിങ് ആണോ അതിന്? സമ്മതമാണോ? അപ്പൊ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അത് ഫാമിലിയെ വിളിപ്പിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക്, ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് ചോദിക്കാനാണ് കുടുംബത്തെ വിളിക്കുന്നത്. അല്ലാതെ വഴിയിൽ ഒറ്റയ്ക്ക് ഒരാൾ കയറി ചെന്നിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ അവർക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റില്ല. അത് ചോദിക്കും. ചോദിച്ചിട്ട് നിങ്ങളവിടെ നിങ്ങളുടെ ജോലി കളഞ്ഞ് അവിടെ നിൽക്കണമെന്നില്ല. അതിനുവേണ്ടി അവധിയുള്ളൊരു ദിവസം പോകുമല്ലേ, ആ ഡോക്ടറെ കാണുക, ഡോക്ടറുമായിട്ട് സംസാരിക്കുക. ബാക്കി ദിവസങ്ങൾ ബിനുവിന്റെ സൗകര്യാർത്ഥം അച്ഛനെ പോയി സഹായിക്കാൻ നിൽക്കുക. സഹായിക്കാൻ വേറൊന്നുമില്ല, നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടോന്നൊരു തോന്നല് വേഗം ആ പഴയതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും. എൻ്റെ ഫാമിലി ഉണ്ടെന്നുള്ളൊരു തോന്നൽ ആ ട്രീറ്റ്മെന്റ് ഒന്ന് സഹായിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുക്കും. ഞാൻ സത്യത്തെങ്കിൽ ഇന്നിവിടെ വരാൻ തന്നെ കാരണം എനിക്ക് എങ്ങനെയൊന്ന് തീർപ്പാക്കി കിട്ടിയാൽ മതി. ഞാൻ അനുഭവിച്ച വേദന മറ്റാരോടും പറഞ്ഞ് ആർക്കും അത് മനസ്സിലാക്കുകയില്ല. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവമാണ്. എനിക്ക് ഇനി സഹിക്കാൻ പോകാൻ എനിക്ക് പറ്റത്തില്ല. ഈ 3 വർഷക്കാലം ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുമായിരുന്നു. ഇനി എനിക്ക് ആ സ്വസ്ഥത, എനിക്ക് വലിയ ആയുസ്സും ആരോഗ്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് രോഗമൊക്കെ ഉണ്ട്. അതെന്നാന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കൊച്ചറിയുന്നതിൻ്റെ പേര് ഞാൻ പറയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇനിയുള്ള ഒരു കുറച്ച് നാൾ കൂടി ഉള്ളൂ, അത് ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തീർന്നോട്ടെ. അതുകൊണ്ട് എനിക്കിത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. എനിക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, എനിക്കിനി വേറൊരാളിനോട് താങ്ങാൻ പറ്റത്തില്ല. കാരണം ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇനി അടുത്ത ഉത്തരവാദിത്വം എനിക്ക് കേൾക്കാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ ഒത്തിരിയും പറഞ്ഞ് ഇങ്ങനെ ജോലിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ വേല എടുത്തെടുത്ത സത്യത്തിൽ ഞാൻ മടുത്തു. എനിക്ക് പറ്റിയില്ല. ഇപ്പോൾ ഞാൻ രാത്രി കാലങ്ങളിൽ നടന്ന് ജോലി ചെയ്ത് എനിക്ക് പറ്റത്തില്ല. ഞാൻ 10-30 പേർക്ക് ഒരു ദിവസം എനിക്ക് മേല. ഞാൻ അതുപോലെ ഇന്ന് ക്ഷീണിതയാണ്. നിങ്ങളുടെ ബ്രദർ ഉണ്ടാക്കിയ വലിയൊരു ബേർഡൻ എടുത്ത് തലയെ വെച്ചിട്ട് നിങ്ങൾ അത് ഒന്നും വളരെ നിസ്സാരമായിട്ട് എങ്ങനെ കാണാൻ പറ്റുന്നു? ഞാൻ എന്തോ ചെയ്തെന്ന് പറയാം. വെച്ചത് നാട്ടിലെ പണി മതി, റോഡിൽ കൂട്ടുകെട്ട് വിട്ടു. ഞാനൊന്ന് കണ്ണടച്ചിട്ട് അവള് ജീവനോടെ കാണത്തില്ല. മാത്രം തന്നെ പറയരുത്. ഞാൻ അതുപോലെ കട്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ചെയ്ത് അവരുടെ നിങ്ങളുടെ എല്ലാ അവർക്ക് ഒരുപാട് ഭയങ്കര ബ്ലീഡിങ്ങും പ്രശ്നങ്ങളും കാര്യങ്ങളും മരുന്നൊക്കെ മേടിച്ചു കൊടുത്തിരിക്കുന്നു. ചികിത്സിക്കാനും ഒക്കെ അദ്ദേഹം മുടക്കിയിട്ടുണ്ട്. ആ കുട്ടിയുടെ അച്ഛനാ മുടക്കിയിരിക്കുന്നത്. എന്ത് റൈറ്റില്ല അമ്മ ഇങ്ങനെ പറയുന്നത്? ആ കുട്ടിക്ക് അസുഖം ഈ ഒരു മകനാ 19 വയസ്സൊരു പ്രായമൊക്കെ ഇനി അവനെ നോക്കണം. ഇനി എന്നെ നോക്കാൻ അവനിപ്പോ മേലെ എടുക്കുന്നില്ലേ? അവനിപ്പോ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്ന പൈസ കൊണ്ട് അത് വീട്ടിൽ കൊടുക്കുന്നില്ലേ? അത് ആ പൈസ വീട്ടിൽ തരുന്നില്ലേ?
അല്ല ഞാൻ ചോദിക്കുന്ന അതൊക്കെ നിങ്ങൾ എന്തിനാ പറയുന്നത്? നിങ്ങൾക്ക് പണിയെടുക്കാൻ ഒക്കോ ഇല്ലയോ? അതിന് ഞാൻ പണിയെടുത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്. പിന്നെന്താ ഇപ്പൊ നിങ്ങൾക്കിപ്പം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർക്കൊക്കെ വലിയ ബാധ്യതയാകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ മനസ്സിലായോ? അതാണ് അവരും പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും നിങ്ങൾ വലിയ ബാധ്യതയാണ്. നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാ. പ്രായമായ രണ്ടുപേര് അവർക്കേ വയ്യാതെ എണീച്ചിടക്കാൻ വയ്യാതിരിക്കുന്ന അവരോട് നിങ്ങളും കൂടെ അവിടെ പോയി നിന്ന് നിങ്ങളുടെ പിന്നെ ചെലവും നിങ്ങളുടെ പല സുഹൃത്തുക്കളും ദുശീലങ്ങളും അതെല്ലാം അടിച്ചേപ്പിച്ച് എന്തോ ചെയ്യും? അവിടെ കൊണ്ടുവന്ന് പിന്നെ ബിസിനസ് നടത്താൻ പറഞ്ഞ് അവിടെ മുഴുവൻ കടവാക്കി വെച്ചേച്ച് ഇങ്ങ് പോരുന്നു. അതിൽ 10 പൈസ ഇല്ലാതെ അവിടെ ചെന്നു. ആ കട മുഴുവൻ ആ സ്ത്രീ ജോലി ചെയ്ത് വീട്ടി. നിങ്ങളെ കൊണ്ട് എന്താണ് ഗുണമുണ്ടായിട്ടുള്ളത്? കുഞ്ഞുങ്ങൾ വളരാൻ നമ്മൾ കൂടെ വളരേണ്ട കാര്യമില്ല. അതുങ്ങളങ്ങ് വളർന്നോളും. എന്നിട്ട് അവൻ്റെ പഠിത്തം നിന്നുപോയി. പക്ഷെ അവൻ പഠിച്ചെടുത്ത് അവനൊരു ജോലിയാണ് ചെയ്യുന്നത്. നന്നായി മോനെ, നീ അത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയണം. നിങ്ങൾക്ക് ഇപ്പം ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് സുഖമായിട്ട് പണിയൊന്നും ചെയ്യാതെ TV കണ്ട് അവിടെ പോയി ഇരിക്കാനൊരു സ്ഥലം, വൈകിട്ടാവുമ്പം ചില്ലറ പൈസ വേണം. അതല്ലെങ്കിൽ ഈ 3 കൊല്ലത്തിനടത്തെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഇവിടെ അധ്വാനിച്ച് ആ കാശും കൊണ്ട് ആ വീട്ടിൽ ചെന്നേനെ അല്ലേ? ഈ ട്രീറ്റ്മെൻറ്റിന് വരുമ്പം മോൻ അവിടെ ഹെൽപ്പിന് വരും. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾ നല്ല നിലയ്ക്ക് ഇവിടെ ജോലിക്ക് പോയി നിങ്ങൾക്ക് കിട്ടുന്നതിൽ പങ്കും കൊണ്ട് നിങ്ങൾ അവിടെ പോയി മോനെ കാണുക. മനസ്സിലായില്ലേ? നിങ്ങളുടെ കടമകൾ ആ കുട്ടിയോടുള്ളത് നിങ്ങൾ ചെയ്യുക. കാലക്രമേണ നിങ്ങളോടുള്ള വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ആദ്യം. അതിനുശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാനോ. അത്രേ ഉള്ളൂ. അല്ലാതെ കാരണം അത്രമാത്രം അവർ ഭയക്കുന്നു നിങ്ങളെ. അതുകൊണ്ട് അതിനുശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മറ്റൊരു തീരുമാനം ഇവിടെ എടുക്കാം. ബന്ധം വേണമെന്നില്ല. അപ്പൊ അത് കോടതി പോയാലേ ഡൈവോഴ്സ് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് സമാധാനമായിട്ട് യോജിച്ചു പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യൂ. കോടതിയിൽ നിങ്ങൾ നേരിട്ട് പോയി എന്നെ പേടി എന്നെ വിശ്വാസം ഇല്ലാത്തവരുമായിട്ട് വിശ്വാസം ഇപ്പോഴില്ലാന്നാണ് പറയുന്നത്. എന്റെ ഭാര്യയും എന്റെ കൊച്ചിന് 19 വയസ്സ് വരെ എന്നെ ഞാൻ വളർത്തി അവന് വരെ എന്നെ പേടിയാ. ഇനിയിപ്പം മറ്റുള്ളവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരെല്ലാവരും പറഞ്ഞാലും ആ വിശ്വാസം നിങ്ങൾ വിചാരിക്കണം. അതെ, താല്പര്യം എടുത്ത് വന്ന് നിങ്ങൾ ഇടയ്ക്ക് വന്ന് കാണും, ഹോസ്പിറ്റലിൽ വന്ന് കാണും, വേണ്ട കാര്യങ്ങൾ എല്ലാം പറയുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി നിങ്ങൾ അത്യാവശ്യം പണിക്ക് പോവുക, അവരെ ചെന്ന് കാണുക. മനസ്സിലായില്ലേ? അവിടെ ചെന്നിട്ട് പണിയെടുക്കാതെ ഒരു കാര്യവും നടക്കില്ല. അവിടെ ചെന്ന് അവരെ കാണുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, വരിക. കുറച്ച് നാൾ അങ്ങനെ ആവട്ടെ. അത് കഴിയുമ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നാട്ടുകാർക്കും വീട്ടുകാർക്കും അവർക്കൊക്കെ നിങ്ങളൊരു വിശ്വാസം വരണമല്ലോ. പറഞ്ഞ മനസ്സിലായോ ബാബു? അപ്പൊ വിവാഹമോചനം അയാളും പറഞ്ഞു വിവാഹം അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നെ എന്തുകൊണ്ടോ മനസ്സിൽ കണ്ടോണ്ടാണ് ഇപ്പൊ എന്നെ ഞാൻ വേണം കുറച്ച് നാളുകൾ അവരുടെ മോൻ എന്തുകൊണ്ട് അവരുടെ വീട്ടിൽ നിൽക്കണ്ട എന്റെ കൂട്ടത്തിൽ ഏൽപ്പിച്ചു വിടണം അവർ പറയുന്നു. നിങ്ങൾക്ക് ഇപ്പൊ വിവാഹമോചനം അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. എനിക്കത് മതി വേണം. ഇനി ജീവിതം ഉണ്ടെങ്കിൽ പുള്ളിയുടെ ജീവിതം വേണ്ട. ഇനി ഞാൻ അനുഭവിച്ചത് എനിക്ക് ഇനി പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ പറയില്ല. എനിക്ക് അതുകൊണ്ട് വേല ഇനി എനിക്ക് ആ പുള്ളിനെ വേണ്ട. ഞാൻ എങ്ങനെയെങ്കിലും എന്റെ മരണകാലം വരെ ഞാൻ പറ്റുന്നിടത്തോളം കാലം വേല എടുത്ത് ജീവിച്ചോളാം. അതെനിക്ക് ഇനി മറ്റേ ആശ്രയം വേണ്ട. ഞാൻ അതുപോലെ പരമാർത്ഥമുള്ളവർ അപ്പുറത്തെ ഓഫറിലാണ് ഈ വീട് നടക്കുന്നത്. ഇവരുടെ കുടുംബം ചെതറിയത് സത്യമായിട്ട് പറയാം. ആ പള്ളിയുടെ ആ ഓഫറും പള്ളിയുടെ ഓഫർ എന്ന് പറഞ്ഞാൽ പള്ളി ആൾക്കാരുള്ള ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ തല ചായ്ക്കുന്നു. നേരത്തെ ഞാൻ കൂലിപ്പണിക്ക് പോയിരുന്നു. ആരും വീട്ടിൽ ജോലിക്ക് പോവുക, അവനവന്റെ ചെലവുകൾ നടത്താനെങ്കിലും പണിക്ക് പോവുക. ആരെയും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുക ബാബു. അമ്മയുടെ അടുത്ത് കടം ചോദിക്കുക, അച്ഛൻ്റെ കാശ് ചോദിക്കുക, ചേട്ടൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക, അവരോട് ചോദിക്കുക. ഈ പണി നിർത്തുക. ഈ ഏർപ്പാടാണ് അവർക്കും പറ്റാത്തത്. 10-30 പേർക്ക് പാചകം ചെയ്യുന്ന ചെറിയ ജോലിയൊന്നുമല്ല. അത് എവിടെ ആയാലും 2 പേരുള്ളൊരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ ബാബു. സാമ്പത്തികമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത് ബാബു. എന്തായാലും ഒരുപാട് നേരത്തെ ചർച്ച, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആരുടെയും പേരിലെ കുറ്റമല്ല. സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ആ സ്ത്രീ 19 വർഷം ഒരുമിച്ച് താമസിച്ചു. അവരുടെ വീട്ടുകാർക്ക്, ബാബുവിൻ്റെ വീട്ടുകാർക്ക് യാതൊരു പ്രശ്നവുമല്ല. ഇപ്പോഴും അവർ ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുപോലെ ലില്ലിയുടെ വീട്ടുകാർക്കും യാതൊരു തരത്തിലുള്ള എതിർപ്പും ഈ നിമിഷം വരെ ഇല്ല. പക്ഷെ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ബാധ്യതയാകുന്ന ഒരവസ്ഥ, സ്വന്തമായിട്ട് ഒരു അധ്വാനവും ചെയ്യാതെ മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും പോലും നീ ഭാര്യയുടെ കൂടെ പൊയ്ക്കോ എന്ന് പറയുന്നത് അവരൊരുമിച്ച് ജീവിക്കണമെന്നതിലുപരി വയ്യാത്ത ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കാതെ എന്നുള്ളൊരർത്ഥമാണ്.
എല്ലാവരും അതിൻ്റെ പേരിലാണ്. ഞാൻ വിചാരിക്കുന്നു ഇത്രയും സംസാരിച്ചതിന് ശേഷമെങ്കിലും ബാബുവിൻ്റെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകും. ബാബു അധ്വാനിച്ച് ആർക്കും ബാധ്യതയാകാത്തൊരു മനുഷ്യനാകാൻ ശ്രമം നടത്തും. അപ്പോൾ മാത്രമേ ബാബുവിൻ്റെ മകൻ്റെ സ്നേഹമെങ്കിലും തിരിച്ചു കിട്ടുകയുള്ളൂ. അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ബാബു ഒരു നല്ല ഉദാഹരണമാണ് പല ആൾക്കാർക്കും. കുടുംബത്തിൽ ഭാര്യ അധ്വാനിക്കും, മക്കൾ അധ്വാനിക്കുന്നു, മറ്റെല്ലാവരും എല്ലാം ചെയ്യുന്നു. അവരുടെ കൂടെ നിന്ന് അതെല്ലാം നോക്കി നടത്തുന്നത് തന്നെ വലിയൊരു അധ്വാനമാണ്. അതെല്ലാം ആ കാശൊന്നും പോകാതെ നല്ല രീതിയിൽ ചിലവാക്കി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അവിടെ ദിവസവും അടിയും വഴക്കും, ക്രൂരമായി ഉപദ്രവിക്കുക, പിന്നെ എങ്ങനെ സഹിക്കാനൊക്കെ? ബാബു സ്വയം തിരുത്തട്ടെ എന്ന് മാത്രം പറയാം. വീണ്ടും കാണാൻ ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം. ഞാൻ ആദ്യം മൂത്ത മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ അച്ഛൻ ഉമ്മ തന്നു. അത് കണ്ടിട്ട് ഈ അമ്മായിച്ചനോട് പറഞ്ഞു മൂത്ത മകൾ അച്ഛൻ്റെയാണെന്ന് പറഞ്ഞു. ഒരു പെൺപിള്ളേനായിട്ട് ഭയങ്കര പ്രശ്നമായി. അവിടുന്ന് ഞാൻ തന്നെ എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വയ്യാന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചി കണ്ടു. അവർക്ക് മക്കളില്ല. അവരുടെ കൂടെ വന്ന് താമസിച്ച് ഞങ്ങളെ വെളിയിൽ അങ്ങ് ഇറക്കി വിടും. രാത്രിയാകുമ്പോൾ എന്നെയും കുഞ്ഞുങ്ങളെയും രാത്രിയാകുമ്പോൾ വീടിന് വെളിയിലാക്കിയിട്ട് പുള്ളി കഥ അങ്ങടയ്ക്കും. അടിച്ചിട്ട് പറയും ഞാൻ സ്വയം ഇറങ്ങിപ്പോയാന്ന് പറയും. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. ഫോൺ 9496330111.